ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഞാൻ അന്ന് ന്യായത്തിന്റെ ഭാഗത്ത് നിന്നിട്ടുള്ളൂ ചേച്ചി. ശേഖര, ന്യായോ അന്യായോ ഒന്നും നീ എന്നോട് പറയരുത്. ഞാൻ നിന്റെ ചേച്ചിയാ, അംബിക. അത് നീ മറക്കരുത്. ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നടത്താനുള്ള കഴിവ് എനിക്കുണ്ട്. ദീപകേ, പ്രതാപൻ ലാൻഡ് ചെയ്തോടാ? അമ്മാവൻ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടമ്മേ. ഓൺ ദ വേ. ആ, ഇവിടെ എത്താനുള്ള സമയമായി അമ്മേ. ആണോ? യാമിനി, യാമിനി. എന്താ ചേച്ചി? അതെ, നീ ഇങ്ങോട്ട് വന്നേ. പിന്നെ പ്രതാപൻ വരാൻ സമയായി. നമുക്ക് എല്ലാ കാര്യങ്ങളും പ്രതാപനോട് പറയണ്ടേ? എന്ത് കാര്യം ചേച്ചി? ഓ, നീ അങ്ങ് മറന്നു പോയോ പൊന്നി യാമിനി? രാജുവും ഋതികയും കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ള സത്യം നമുക്ക് പ്രതാപനോട് പറയണ്ടേ? ചേച്ചി, അത് യാമിനി, നീ വെറുതെ വേഷം കെട്ടെടുക്കരുത്. ഉള്ള സത്യം നീ പ്രതാപനോട് തുറന്നു പറയുന്നതാ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ അറിയാലോ, പ്രതാപൻ എങ്ങനെയെങ്കിലും ഈ സത്യം അറിയും. അന്ന് നിനക്ക് ഈ സത്യം അറിയാമായിരുന്നു എന്ന് ഞാൻ പ്രതാപനോട് പറഞ്ഞു കഴിഞ്ഞാലേ നിന്നോട് പ്രതാപനുള്ള എല്ലാ മമതയും ഇല്ലാതെയാവും. നീ ആലോചിക്ക്. ദേ, ഒരുപാട് സമയമില്ല. പ്രതാപന്റെ ഇപ്പൊ ഇവിടെ എത്തും. എന്താ യാമിനി? എന്താടാ, നിന്റെ ഭാര്യയോട് എനിക്ക് സംസാരിക്കാൻ പാടില്ലേ? സംസാരിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്തു പക്ഷേ? അല്ല, യാമിനിയെ ചേച്ചി എന്തോ ഭീഷണിപ്പെടുത്തുന്നതായിട്ട് എനിക്ക് തോന്നിയത്. ഭീഷണിപ്പെടുത്താനോ? ഞാനോ? എടാ, ഞാൻ എന്തിനാടാ യാമിനിയെ ഭീഷണിപ്പെടുത്തുന്നേ? അല്ല, എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നി. അങ്ങനെയൊന്നും ഇല്ലടാ. പ്രതാപ, യാത്രയൊക്കെ സുഖമായിരുന്നോടാ? സുഖമായിരുന്നു ചേച്ചി. നീ ഇവിടെ നിക്കേ. യാമിനി, രാജു ഋതിക എത്തിയോ? പുറപ്പെട്ടിട്ടുണ്ട്. എവിടെയെല്ലാം പോയി വന്നതാ. എന്തൊക്കെ കണ്ണു കിട്ടി കാണുമെന്ന് അറിയില്ലല്ലോ. ദീപകേ, നീ ഇത് കൊണ്ടുപോയി അവിടെ പുറത്തു വെക്കേ. ചേച്ചി, അതിങ്ങ് തന്നേക്ക്. ഞാൻ കൊണ്ടുപോയിക്കോളാം. വേണ്ട, അത് സാരമില്ല. ദീപക് ചെയ്തോളൂ. ഞാനോ? പോടാ, ചെല്ല്. ശരി അമ്മേ. അമ്മാവാ, യാത്രയെല്ലാം സുഖമായിരുന്നോ? സുഖമായിരുന്നു ദീപക്കെ. ശരി അമ്മാവാ. ചേട്ടാ, ഡൽഹി പോയിട്ട് എന്തൊക്കെയായിരുന്നു പാർട്ടി തീരുമാനങ്ങൾ? ഇലക്ഷനിൽ എന്തായാലും ഇത്തവണ നമ്മൾ ജയിക്കുമെന്നും ഭരണം പിടിക്കുമെന്നും 100% അവർക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഇലക്ഷന് ശേഷമുള്ള കുറച്ച് പദ്ധതികളും മുൻകൂട്ടിയുള്ള ചില പ്ലാനുകളും ഒക്കെ തന്നെ ആയിരുന്നു ചേരാ. പ്രതാപ, അടുത്ത തവണത്തെ നിന്റെ മന്ത്രിസ്ഥാനത്തിന്റെ കാര്യം? അതിനൊന്നും ഒരു മാറ്റവും ചേച്ചി. അതൊക്കെ അവര് നേരത്തെ തീരുമാനിച്ച കാര്യങ്ങളല്ലേ. പിന്നെ ബാക്കി ജനവിധി, അത് വന്നതിന് ശേഷം എല്ലാം പഴയതുപോലെ തന്നെ. വിദ്യാഭ്യാസ വകുപ്പാണല്ലോ ഞാൻ കൈകാര്യം ചെയ്തോണ്ടിരുന്നത്. മറ്റൊരു വകുപ്പ് ആഭ്യന്തരം. അത് ചിലപ്പോ കൈകളിലേക്ക് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്.
സന്തോഷം മോനെ. നിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയായി കാണണമെന്നാ ചേച്ചിയുടെ ആഗ്രഹം. അതിനെല്ലാം സമയമുണ്ടല്ലോ ചേച്ചി. യാമിനി, നിനക്കെന്തോ പ്രതാപനോട് പറയണോന്ന് പറഞ്ഞില്ലേ? പറഞ്ഞോ എന്താന്ന് വെച്ചാ? ചേച്ചി അത് ആ, യാമിനി എന്നെ വിളിച്ചിരുന്നു അല്ലേ? തിരിച്ചു വിളിക്കാമെന്ന് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു. പക്ഷെ വിളിക്കാൻ പറ്റിയില്ല. സോറി. അല്ല, എന്താ യാമിനി, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നോ? അത്യാവശ്യമൊന്നുമില്ല പ്രതാപേട്ട. ശേഖരേട്ടൻ പറഞ്ഞിട്ടാ ഞാൻ വിളിച്ചത്. ആ, എന്താ ശേര? ചേട്ടാ, അത് മില്ലിലൊരു കാര്യം സംസാരിക്കാനായിരുന്നു. എന്റെ ഫോൺ ഓഫായിരുന്നു. അതാ ഞാൻ യാമിനിയുടെ ഫോണിൽ നിന്ന് വിളിച്ചത്. ചേട്ടനൊരു കാര്യം ചെയ്യ്, പോയി റെസ്റ്റ് എടുക്ക്. നമുക്കത് പിന്നീട് സംസാരിക്കാം. ചേട്ടന് നല്ല യാത്രാക്ഷീണം കാണില്ലേ? ചെല്ല് ചേട്ടാ, ചെല്ല്, പോയി റെസ്റ്റ് എടുക്ക്. നമുക്കത് പിന്നീട് സംസാരിക്കാം. ഞാൻ വിളിച്ചപ്പോൾ അത്യാവശ്യമായിരുന്നു, പക്ഷെ ഞാനത് പരിഹരിച്ചു. ശരി. എടാ, നീ ഒന്ന് നിന്നേ. അപ്പോ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അവരെ സപ്പോർട്ട് ചെയ്യാണല്ലേ? എന്താടാ നീ തലവനിച്ച് നിൽക്കുന്നേ? നീയും നിന്റെ ഭാര്യയുടെ കൂടെ കൂടിയോ? ഞാൻ ഇന്ന് ന്യായത്തിന്റെ ഭാഗത്ത് നിന്നിട്ടുള്ളൂ ചേച്ചി. ശേഖര, ന്യായോ അന്യായോ ഒന്നും നീ എന്നോട് പറയരുത്. ഞാൻ നിന്റെ ചേച്ചിയാ, അംബിക. അത് നീ മറക്കരുത്. ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നടത്താനുള്ള കഴിവ് എനിക്കുണ്ട്. നിങ്ങളെ കൊണ്ട് ഞാൻ പ്രതാപനോട് പറയിപ്പിക്കൂന്ന് പറഞ്ഞ കാര്യം ഞാൻ പറയിച്ചിരിക്കും. അതില് ഒരു മാറ്റവും ഉണ്ടാവില്ല. എന്താ എന്തുപറ്റി ശേഖരൻ സാറേ? എന്താ പ്രശ്നം? ഏയ്, ഒന്നുമില്ല രാജു. എന്തു പറ്റി ചെറിയമ്മേ? വർമ്മ സാറ് വന്നോ? പുറത്ത് കാറ് കിടക്കുന്നു. ചേട്ടൻ വന്നു രാജു. ചേട്ടൻ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോയി. ഓ, ശേഖരൻ സാറേ, പുറത്ത് നമ്മുടെ പാർട്ടി പ്രവർത്തകർ വന്നിട്ടുണ്ട്. നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം. അതിനെന്താ രാജു? യാമിനി, മോളെ വിളിച്ചോണ്ട് അകത്തേക്ക് പോ. ശരി, മോള് വാ. രാജു വാ. ആ, നടക്ക. വരൂ സാർ. അമ്മായി അമ്മാവനോട് പറഞ്ഞില്ല അല്ലേ? ഇല്ലടാ, അവളും നിന്റെ ചെറിയമ്മാവനും കൂടി എല്ലാം മറച്ചു വെക്കാനുള്ള ശ്രമത്തിലാ. എത്ര നാൾ മറച്ചു വെക്കും അമ്മേ? സത്യം എന്നാണെങ്കിലും പുറത്തു വരും. അമ്മ ടെൻഷൻ അടിക്കാതിരിക്കേ. ഇല്ലടാ,